കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം. രാവിലെ ഏകദേശം 7 മണിയോടുകൂടി ഷഹദ് എന്ന ചെറുപ്പക്കാരന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് എത്തി. മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് മെസ്സേജ് നോക്കിയ സമയത്തായിരുന്നു തന്റെ അക്കൗണ്ടിൽ നിന്നും 40,000 രൂപ പിൻവലിച്ചതായുള്ള ബാങ്കിന്റെ മെസ്സേജ് ആയിരുന്നു അതെന്ന് മനസ്സിലായത്. ഷഹദിന്റെ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നത് അവന്റെ വാപ്പ സിദ്ദിഖായതുകൊണ്ട് തന്നെ ആദ്യം അതിലത്ര വലിയ അത്ഭുതമൊന്നും അവന് തോന്നിയില്ല. ഈ സമയത്തായിരുന്നു തന്റെ ഫോണിൽ ഉണ്ടായിരുന്ന മറ്റുള്ള മെസ്സേജുകളൊക്കെ ഷഹദ് ശ്രദ്ധിച്ചു നോക്കുന്നത്. ആ സമയത്തായിരുന്നു തൊട്ട് തലേ ദിവസവും വൈകുന്നേരം ഏകദേശം 5 മണിയോടുകൂടി വാപ്പ 40,000 രൂപ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നതായി ആ മകന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ഷഹദ് തലേദിവസം രാത്രിയിൽ നാട്ടിലേക്ക് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ ഷഹദിനെ കൂട്ടാൻ ഉപ്പ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും കാറുമായി ഡ്രൈവറായിരുന്നു എത്തിയത്. ഹോട്ടൽ ഉടമയായ സിദ്ദിഖ് ബിസിനസ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പർച്ചേസുകൾക്കായി ജോലിക്കാർക്കൊപ്പം കോഴിക്കോടേക്ക് പോകാറുള്ളത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോയതാണെന്ന് ഷഹദിന്റെ ഉമ്മ അവനോട് പറഞ്ഞു. എന്നാൽ പലതവണ മാറി മാറി വിളിച്ചു നോക്കിയിട്ടും സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെന്ന് മനസ്സിലാക്കിയ ഷഹദ് അവരുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചൊന്ന് അന്വേഷിച്ചു. എന്നാൽ അവർക്കാർക്കും സിദ്ദിഖിന്റെ ഫോൺ കോൾ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഷഹദും ഉമ്മയും കൂടി ചേർന്ന് തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തി ബിസിനസ് ആവശ്യങ്ങൾക്കായി കോഴിക്കോടേക്ക് പോയ സിദ്ദിഖിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ളത് കാണിച്ച് ഒരു പരാതി നൽകി. 2 ദിവസങ്ങളിലായി 40,000 രൂപ വീതം ഷഹദിന്റെ അക്കൗണ്ടിൽ നിന്ന് സിദ്ദിഖ് പിൻവലിച്ചതായുള്ള മെസ്സേജുകൾ കൂടി പോലീസിന് കൈമാറി. പോലീസ് സംഘം ഉടൻ തന്നെ ആ മെസ്സേജുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി. ബാങ്കുമായി ബന്ധപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിൽ ആദ്യത്തെ തവണ പണം പിൻവലിച്ചിരിക്കുന്നത് കോഴിക്കോട് തേഞ്ഞിപ്പാലത്ത് വെച്ചാണെന്നും രണ്ടാമത്തെ തവണ പണം പിൻവലിച്ചിരിക്കുന്നത് ഏകദേശം അങ്ങാടിപ്പുറത്തിന് സമീപമുള്ള ഒരു ATM-ൽ നിന്നുമാണെന്നും വ്യക്തമായി. എന്നാൽ സമയം ഇത്രയായിട്ടും സിദ്ദിഖ് എന്തുകൊണ്ടാകാം മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആക്കാത്തതെന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയം തോന്നി. സ്റ്റേഷൻ SI ഉടൻ തന്നെ വിവരം മലപ്പുറം SP-ക്ക് കൈമാറി. അന്നത്തെ അന്വേഷണത്തിൽ പ്രത്യേകിച്ചൊന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ സിദ്ദിഖിന്റെ മകൻ ഷഹദ് വീണ്ടും തനിക്കൊരു മെസ്സേജ് വന്നതായി അറിയിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഇത്തവണ പണം പിൻവലിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ വെച്ചാണ്. പക്ഷേ അപ്പോഴും സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് തന്നെയായിരുന്നു. പണം പിൻവലിക്കപ്പെട്ട 3 ATM-കളും കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ SP ഉത്തരവിട്ടു. SP-യുടെ നിർദ്ദേശപ്രകാരം തിരൂർ സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ തേഞ്ഞിപ്പാലത്തും അങ്ങാടിപ്പുറത്തും പെരിന്തൽമണ്ണയിലുമുള്ള ATM-കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. 3 ATM-കളിലെയും CCTV ഫൂട്ടേജുകൾ പോലീസ് സംഘം കളക്ട് ചെയ്തു. ആ വിഷ്വൽസ് പരിശോധിച്ച സമയത്ത് പണം പിൻവലിക്കപ്പെട്ട സമയത്ത് 3 ATM-കളിലും കയറിയിരിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണെന്ന് തെളിഞ്ഞു. എന്നാൽ അത് ഹോട്ടൽ ഉടമ സിദ്ദിഖായിരുന്നില്ല. ആ ഫൂട്ടേജുകൾ കണ്ട സമയത്ത് തന്നെ ഷഹദ് പോലീസിനെ ഒരു കാര്യം അറിയിച്ചു. ആ വിഷ്വലുകളിലുള്ള വ്യക്തി അവരുടെ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യുന്ന ഷിബിലി എന്ന ആളാണ്. സിദ്ദിഖിന്റെ കൈവശമുള്ള ATM കാർഡ് ഉപയോഗിച്ച് ഹോട്ടലിലെ ജീവനക്കാരനായ ഷിബിലി എങ്ങനെയാണ് പണം പിൻവലിക്കുന്നതെന്ന് പോലീസിന് സംശയം തോന്നി. ആ നിമിഷത്തിലായിരുന്നു സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയായ സിദ്ദിഖിന്റെ പേരിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു ഷിബിലി എന്ന 22-കാരൻ ഹോട്ടലിൽ ജോലി അന്വേഷിച്ചെത്തിയതും അവിടെ ജോയിൻ ചെയ്യുന്നതും. ഷിബിലിയുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത പോലീസ് സംഘം ആ ഫോണിലേക്ക് വിളിച്ച സമയത്ത് അതും സ്വിച്ച്ഡ് ഓഫ് ആണെന്ന് മനസ്സിലായി. അതിനു പുറമെ സിദ്ദിഖിന്റെ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂടി പോലീസിന് മനസ്സിലായി. സിദ്ദിഖിനെ കാണാനില്ല എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഉച്ചയോടുകൂടി ഹോട്ടലിൽ നിന്നും സിദ്ദിഖും അതോടൊപ്പം തന്നെ ജീവനക്കാരനായ ഷിബിലിയും പോയിരിക്കുകയാണ്. അതിനുശേഷം അവരെ രണ്ടുപേരെയും ആരും കണ്ടിട്ടില്ല. രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണെങ്കിൽ പോലും ഷിബിലി പല സ്ഥലങ്ങളിൽ നിന്നായി സിദ്ദിഖിന്റെ ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നുമുണ്ട്. പോലീസ് സംഘം ഉടൻ തന്നെ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെയും അതോടൊപ്പം തന്നെ ജീവനക്കാരനായ ഷിബിലിയുടെയും മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. അന്വേഷണത്തിൽ സിദ്ദിഖിനെ അവസാനമായി വിളിച്ചിട്ടുള്ള നമ്പറുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം സ്വിച്ച്ഡ് ഓഫ് ആണെന്ന് കണ്ടെത്തി. സ്വിച്ച് ഓഫ് ആയ മൊബൈൽ ഫോണിന്റെ ഉടമ സിദ്ദിഖിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്ന് അറിയുന്നതിനായി സിദ്ദിഖിന്റെ മകൻ ഷഹദിന്റെ ഫോണിൽ ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. ആ നമ്പർ സിദ്ദിഖിന്റെ മകന്റെ ഫോണിൽ ടൈപ്പ് ചെയ്ത സമയത്ത് ഒരു പേര് തെളിഞ്ഞു വന്നു. ഹോട്ടലിലെ ജീവനക്കാരി ഫർഹാന എന്ന യുവതിയുടെ നമ്പർ ആയിരുന്നു അത്. സിദ്ദിഖിന്റെ തന്നെ സുഹൃത്തിന്റെ ഒരു മകൾ കൂടിയായതുകൊണ്ട് അവൾക്ക് സിദ്ദിഖ് സന്തോഷപൂർവ്വം ഹോട്ടലിൽ ജോലി നൽകുകയായിരുന്നു. ഫർഹാനയുടെ റെക്കമെൻഡേഷൻ മൂലമാണ് ഷിബിലിക്ക് ഹോട്ടലിൽ ജോലി നൽകിയതെന്നുകൂടി സിദ്ദിഖിന്റെ മകൻ പോലീസിന് മൊഴി നൽകി. ഫർഹാനയെക്കുറിച്ച് ഹോട്ടലിലുള്ള മറ്റാളുകളോട് തിരക്കിയ സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാര്യം പോലീസിന് മനസ്സിലായത്. സിദ്ദിഖിനെ കാണാതായ ദിവസം മുതൽ ഫർഹാനയും കാണാനില്ല. ഫർഹാനയുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ ഉടൻ തന്നെ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. കോൾ ഡാറ്റ റെക്കോർഡുകൾ വിശദമായി പരിശോധിച്ച സമയത്ത് മൂവർ സംഘത്തിനെ കാണാതായ ദിവസം തന്നെ വൈകുന്നേരം 3:30 മണിയോടുകൂടി ഫർഹാന ആഷിഖ് എന്നൊരു വ്യക്തിയെ വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. ആ സമയത്ത് രണ്ടുപേരുടെയും മൊബൈൽ ടവറുകൾ ഏത് ലൊക്കേഷനിലായിരുന്നു എന്ന് പോലീസ് അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ 2 മൊബൈൽ ഫോണുകളും തേഞ്ഞിപ്പാലത്തുള്ള ടവർ ലൊക്കേഷന് കീഴിലാണെന്ന് മനസ്സിലായി. ഇതോടൊപ്പം തന്നെ അതേസമയം സിദ്ദിഖിന്റെയും ഷിബിലിയുടെയും മൊബൈൽ ഫോണുകളും തേഞ്ഞിപ്പാലത്തുള്ള ടവർ ലൊക്കേഷൻ പരിധിയിലാണെന്ന് കണ്ടെത്തി. ഈ സമയത്തായിരുന്നു വളരെ നിർണായകമായ ഒരു വിവരം സിദ്ദിഖിന്റെ മകൻ ഷാഹിദ് പോലീസിനോട് കൈമാറുന്നത്.
തലേ ദിവസം ഇറ്റലിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയായതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുള്ള മെസ്സേജുകളൊന്നും തന്നെ ഷഹദ് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. മൂവർ സംഘത്തിനെ കാണാതായ ദിവസം വൈകുന്നേരം കോഴിക്കോട് ഡി കാസ ഹോട്ടലിൽ 2 റൂമുകൾ ബുക്ക് ചെയ്ത് കാർഡ് ഉപയോഗിച്ച് പണമടച്ചതിന്റെ മെസ്സേജ് ഷഹീദിന്റെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് സംഘം ഉടൻ തന്നെ കോഴിക്കോട്ടെത്തി ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ 2 റൂമുകൾ സിദ്ദിഖ് തന്നെയാണ് ബുക്ക് ചെയ്തതെന്നുള്ള വിവരം ഹോട്ടൽ ജീവനക്കാർ പോലീസിന് മുൻപാകെ മൊഴി നൽകി. സിദ്ദിഖിന് താമസിക്കാൻ എന്തിനാണ് 2 മുറി എടുത്തതെന്നായിരുന്നു പോലീസിന്റെ സംശയം. അതേക്കുറിച്ചും ഹോട്ടൽ ജീവനക്കാർ വ്യക്തമായ മറുപടി പോലീസിന് നൽകി. ഒരു മുറി സിദ്ദിഖിനും ഒരു മുറി അദ്ദേഹം തന്റെ മരുമകൾക്കും വേണ്ടിയാണ് എടുത്തിരിക്കുന്നതെന്നായിരുന്നു ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത്. പോലീസ് സംഘം ഉടൻ തന്നെ സിദ്ദിഖിന്റെ മകൻ ഷഹീദിനെ വിളിച്ച് വിവരങ്ങൾ തിരക്കി. എന്നാൽ അങ്ങനെ ഒരു മരുമകളെ കുറിച്ച് തനിക്കറിവില്ല എന്ന് ഷഹീദ് പറഞ്ഞതോടുകൂടി പോലീസിന് ആകെ സംശയമായി. പോലീസ് സംഘം ഉടൻ തന്നെ ആ 2 മുറികളും തുറന്നു കാണിക്കാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. ആദ്യത്തെ മുറി തുറന്ന് അകത്തേക്ക് കയറിയ പോലീസ് സംഘം അവിടെ ചില കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ മുറിയെടുത്ത സിദ്ദിഖ് യഥാർത്ഥത്തിൽ റൂം വെക്കേറ്റ് ചെയ്ത് പോകാത്തതുകൊണ്ടാണ് ജീവനക്കാർ അതുവരെയും മുറി തുറക്കാതെ ഇരുന്നത്. മുറി തുറന്ന പോലീസുകാരും ജീവനക്കാരും ശരിക്കും ഞെട്ടിപ്പോയി. മുറി തുറന്നപ്പോൾ തന്നെ രക്തത്തിന്റെ രൂക്ഷഗന്ധമായിരുന്നു അവിടെ നിറഞ്ഞു നിന്നിരുന്നത്. രക്തത്തിന്റെ രൂക്ഷഗന്ധമുണ്ടെങ്കിൽ പോലും അവിടെയെങ്ങും ഒരു തുള്ളി രക്തം പോലും കാണാനില്ല. ബാത്റൂമിനുള്ളിലേക്ക് കടന്ന പോലീസ് സംഘത്തിന് ബാത്റൂമിനുള്ളിലും രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു. ബാത്റൂമിന്റെ തറയൊക്കെ കഴുകി വൃത്തിയാക്കിയ നിലയിലായിരുന്നെങ്കിൽ പോലും അവിടെയൊക്കെ രക്തം ചിതറിയതിന്റെ ചില പാടുകൾ ഉണ്ടായിരുന്നു. ആ മുറിയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സംഘം സിദ്ദിഖ് ബുക്ക് ചെയ്ത 2ാമത്തെ മുറിയും തുറന്നു പരിശോധിച്ചു. എന്നാൽ ആ മുറിയിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല. ഈ സമയത്തായിരുന്നു സിദ്ദിഖിന്റെ മകൻ വീണ്ടും പോലീസിനെ വിളിച്ച് ഒരു കാര്യം അറിയിച്ചത്. അക്കൗണ്ടിൽ നിന്നും വീണ്ടും പണം പിൻവലിച്ചതിന്റെ മെസ്സേജ് എത്തിയിരിക്കുകയാണ്. ഇത്തവണ തൃശൂരിലെ ചെറുതുരുത്തിക്ക് സമീപത്തുള്ള ATM-ൽ നിന്നാണ് പണം പിൻവലിച്ചിരിക്കുന്നത്. സിദ്ദിഖിനെ തേടി പോലീസ് സംഘം ഹോട്ടലുകൾ കയറിയിറങ്ങുന്ന സമയത്ത് സിദ്ദിഖ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ATM-കളിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി. ഹോട്ടൽ മുറിയിൽ വിശദമായ പരിശോധന നടത്തുന്നതിനായി ഫോറൻസിക് സംഘത്തിന് നിർദ്ദേശം നൽകിയ ശേഷം SP അടങ്ങുന്ന സംഘം തൃശൂരിലെ ചെറുതുരുത്തിയിലേക്ക് പുറപ്പെട്ടു. ചെറുതുരുത്തിയിലെത്തി ATM കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇത്തവണയും പണം പിൻവലിച്ചിരിക്കുന്നത് ഷിബിലി തന്നെയാണെന്ന് വ്യക്തമായി. ഇതുവരെ ഒരു ATM-ൽ പോലും സിദ്ദിഖ് നേരിട്ടിറങ്ങി പണം പിൻവലിക്കുന്നതിന്റെ കാഴ്ച പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷിബിലിയും സംഘവും തൃശൂർ എവിടെയെങ്കിലും കറങ്ങുന്നുണ്ടാകുമെന്ന് കരുതി തൃശൂരിലുള്ള റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഉടൻ തന്നെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഹോട്ടലുടമ സിദ്ദിഖിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉടൻ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്റ്റേഷനുകളിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. ഈ സമയത്തായിരുന്നു വളരെ നിർണായകമായ ഒരു വിവരം പോലീസിനെ തേടിയെത്തുന്നത്. തൃശൂർ ചെറുതുരുത്തിക്ക് സമീപം സിദ്ദിഖിന്റെ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നുള്ള വിവരമായിരുന്നു അത്. തിരൂർ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം ഉടൻ തന്നെ ചെറുതുരുത്തിയിലെത്തി ഫോറൻസിക് സംഘവുമായി കാറിനുള്ളിലൊക്കെ വിശദമായ പരിശോധന നടത്തി. കാറിന്റെ ഉൾഭാഗവും ഡിക്കിയും ഒക്കെ വിശദമായി പരിശോധിച്ചെങ്കിലും പ്രത്യേകിച്ച് യാതൊരു തെളിവുകളും ഫോറൻസിക് സംഘത്തിന് ലഭിച്ചില്ല. സിദ്ദിഖിനെ കാണാനില്ല എന്നുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് അപ്പോഴേക്കും ഏകദേശം 5 ദിവസം പിന്നിട്ടിരുന്നു. ഈ സമയത്തായിരുന്നു ഒരു സംഘം പോലീസുകാർ ഫർഹാനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി അവളുടെ വീട്ടിലെത്തിയത്. എന്നാൽ വീട്ടിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത്. പോലീസ് സംഘം അന്വേഷിക്കാനെത്തുന്ന ദിവസം അതിരാവിലെയാണ് ഫർഹാന അവളുടെ വീട്ടിൽ നിന്നും എങ്ങോട്ടോ പോയത്. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് 5 ദിവസത്തിന് ശേഷമാണ് ഫർഹാനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി പോലീസ് സംഘം അവളുടെ വീട്ടിലേക്ക് എത്തിയത്. സിദ്ദിഖിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്ന പ്രതികളിൽ ഒരാളായ ഫർഹാന പോലീസിന്റെ കയ്യെത്തും ദൂരത്തു നിന്നാണ് എങ്ങോട്ടോ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഹോട്ടലിൽ കണ്ടെത്തിയ രക്തക്കറയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കാറുമൊക്കെ സിദ്ദിഖിന് എന്തോ സംഭവിച്ചു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണെന്ന് പോലീസിന് വ്യക്തമായി. ഫർഹാനയെക്കുറിച്ച് അവരുടെ ഉമ്മയോട് തിരക്കിയ സമയത്ത് മറ്റൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിരുന്നു. ഷിബിലിക്കൊപ്പം ഫർഹാന ഒറ്റപ്പാലത്ത് നിന്നും ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ്. ഷിബിലിയുടെ ആധാർ കാർഡ് ശരിയാക്കാൻ വേണ്ടിയാണ് പോയിരിക്കുന്നതെന്നുകൂടി ആ ഉമ്മ പറഞ്ഞപ്പോൾ പോലീസിന് ആകെ സംശയമായി. പോലീസ് സംഘം ഉടൻ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസിനെയും ചെന്നൈയിലെ പോലീസ് അധികാരികളെയും ഒക്കെ വിവരം അറിയിച്ചു. ഇതോടൊപ്പം തന്നെ ഒരു സംഘം പോലീസുകാർ ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഇക്കാര്യങ്ങളൊന്നും അറിയാതെ ഫർഹാനയും ഷിബിലിയും കൂടി ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ ചെന്നിറങ്ങുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിയ ഫർഹാനയും ഷിബിലിയും പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന സമയത്ത് തന്നെ റെയിൽവേ പോലീസ് അവരെ പിടികൂടി. റെയിൽവേ പോലീസിന്റെ കൈവശം നേരത്തെ തന്നെ കേരളത്തിൽ നിന്ന് അയച്ചു കൊടുത്ത ഇരുവരുടെയും ഫോട്ടോ ഉള്ളതുകൊണ്ട് തന്നെ പ്രതികളെ പിടികൂടാൻ അവർക്ക് അധികം ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഈ സമയം തിരൂർ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം പോലീസുകാർ ചെന്നൈയിലേക്കുള്ള യാത്രയിലായിരുന്നു. ചെന്നൈയിലെത്തിയ തിരൂർ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം ഫർഹാനെയും ഷിബിലിയെയും അവിടെ നിന്നും കൈയോടെ പിടികൂടി കേരളത്തിലേക്ക് എത്തിച്ചു. ഇതേസമയം നാട്ടിലുണ്ടായിരുന്ന പോലീസ് സംഘം പാലക്കാട് നിന്നും അവരുടെ കൂട്ടാളിയായ ആഷിഖിനെയും കൈയോടെ പിടികൂടിയിരുന്നു. മൂവർ സംഘവുമായി പോലീസ് സംഘം ഹോട്ടൽ ഡി കാസയിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചു. മൂവർ സംഘത്തിനെ ഹോട്ടൽ ജീവനക്കാർ തിരിച്ചറിയുകയും ചെയ്തു. കൂട്ടത്തിൽ ഫർഹാനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ ഇതാണ് സിദ്ദിഖിന്റെ മരുമകളെന്ന് പറയുകയും ചെയ്തു. ഫർഹാനെയും ഷിബിലിയെയും ആഷിഖിനെയും പോലീസ് സംഘം ചോദ്യം ചെയ്തു തുടങ്ങി. ഞെട്ടിക്കുന്ന പല കഥകളും ആ സംഘം പോലീസിനോട് പറഞ്ഞു. ഹോട്ടലുടമയായ സിദ്ദിഖിന്റെ സുഹൃത്തിന്റെ മകളാണ് ഫർഹാന.
അവൾക്കൊരു ജോലി വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ തന്നെ വളരെ സ്മാർട്ടായ ആ പെൺകുട്ടിക്ക് അവിടെ ഒരു ജോലി സിദ്ദിഖ് നൽകുകയായിരുന്നു. ഹോട്ടലിന്റെ ഭാഗമായി അവിടെ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ഫർഹാന ഒരു റെക്കമെൻഡേഷൻ സിദ്ദിഖിന് മുൻപാകെ നടത്തിയത്. അവളുടെ സുഹൃത്തായ ഷിബിലിക്കും ഹോട്ടലിൽ ഒരു ജോലി നൽകണമെന്നതായിരുന്നു ആവശ്യം. അങ്ങനെ ഷിബിലിയും ആ ഹോട്ടലിലെ ഒരു ജീവനക്കാരനായി. പതുക്കെ ഷിബിലിയും സിദ്ദിഖും തമ്മിൽ ഒരടുപ്പമുണ്ടായി. അവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നത് പതിവായപ്പോൾ സിദ്ദിഖിന് ഫർഹാനയിൽ ഒരു അടുപ്പമുണ്ടാകുന്നതിനായി ഫർഹാനയെക്കുറിച്ച് പല കാര്യങ്ങളും സിദ്ദിഖിനോട് ഷിബിലി പറഞ്ഞു തുടങ്ങി. അങ്ങനെ സിദ്ദിഖ് പോലും അറിയാതെ അയാൾക്ക് ഫർഹാനയോടൊരടുപ്പം തോന്നി. ആ അടുപ്പത്തിന്റെ ഫലമായിരുന്നു തേഞ്ഞിപ്പാലം ഹോട്ടലിൽ 2 മുറിയെടുത്തതും. ആര് ചോദിച്ചാലും മരുമകളാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഫർഹാന പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സിദ്ദിഖ് മറ്റുള്ള ആളുകളോട് മരുമകളാണെന്നുള്ള കാര്യം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഫർഹാനയും ഷിബിലിയും ജോഡികളാണ്. അവരിരുവരും ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു ഗെയിമിൽ സിദ്ദിഖ് വീണു പോവുകയായിരുന്നു. സിദ്ദിഖിന്റെ കൈവശം ധാരാളം പണമുണ്ടെന്നും എങ്ങനെയെങ്കിലും അത് തട്ടിയെടുക്കണമെന്നും ഫർഹാന ഷിബിലിയോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖുമായി എങ്ങനെയെങ്കിലും ഒരു അടുപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു റെക്കമെൻഡേഷനിലൂടെ ഷിബിലി ഹോട്ടലിൽ ജോലിക്കെത്തിയതും സിദ്ദിഖുമായി മനഃപൂർവ്വം അടുപ്പമുണ്ടാക്കിയതും അതിലൂടെ ഫർഹാനയെക്കുറിച്ച് സിദ്ദിഖിന്റെ മനസ്സിൽ താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചതും. യഥാർത്ഥത്തിൽ ഫർഹാനയെ ഒരു മകളായി കണ്ട സിദ്ദിഖിനെ ഷിബിലി ബ്രെയിൻ വാഷ് ചെയ്യുകയായിരുന്നു. അങ്ങനെ വിശദമായ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സിദ്ദിഖിനെ ഹോട്ടലിൽ എത്തിച്ചത്. പ്ലാൻ കൃത്യമായി നടപ്പിലാക്കുന്നതിനായി ഇരുവർ സംഘം ആഷിഖ് എന്നൊരു സുഹൃത്തിനെയും കൂടി ഒപ്പം കൂട്ടി. ഹോട്ടലിൽ 2 മുറിയെടുത്ത് കാത്തിരുന്ന സിദ്ദിഖിന്റെ അടുത്തേക്ക് ഫർഹാനയും ഒപ്പം ഷിബിലിയും എത്തി. ആ സംഘം ഹോട്ടലിലിരുന്ന് അല്പനേരം സംസാരിച്ചു. സംസാരത്തിന്റെ ഒടുവിൽ അതൊരു ഭീഷണിയുടെ ഭാവത്തിലേക്ക് മാറി. ഫർഹാനയെ സിദ്ദിഖ് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ പോലീസിൽ പരാതി നൽകുമെന്നായിരുന്നു ആ സംഘം സിദ്ദിഖിനെ ഭീഷണിപ്പെടുത്തിയത്. ഫർഹാനയെ പറഞ്ഞു സമ്മതിപ്പിച്ച് ഹോട്ടലിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്ന ഷിബിലി കഥയാകെ മാറ്റിമറിച്ചിരിക്കുകയാണെന്ന് സിദ്ദിഖിന് മനസ്സിലായി. തങ്ങൾ പറയുന്ന പണം നൽകിയില്ല എങ്കിൽ സിദ്ദിഖിന്റെ വസ്ത്രങ്ങൾ അഴിപ്പിച്ച് ഫോട്ടോ എടുക്കുമെന്നൊക്കെ ആ സംഘം സിദ്ദിഖിനെ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് ശരിക്കും ദേഷ്യം വന്ന സിദ്ദിഖ് ഫർഹാനയെയും ഷിബിലിയെയും വെച്ചേക്കില്ല എന്ന് അവരോട് പറയുകയും സംഘർഷം രൂക്ഷമാവുകയും ചെയ്തു. ഈ സമയത്തായിരുന്നു ഫർഹാന തന്റെ സുഹൃത്തായ ആഷിഖിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. മൂവരും ചേർന്ന് സിദ്ദിഖിനെ കായികമായി തന്നെ നേരിട്ടു. ഈ സംഭവ വികാസങ്ങളൊന്നും തന്നെ ഹോട്ടലിലുള്ള ജീവനക്കാരോ മറ്റാളുകളോ അറിഞ്ഞതുമില്ല. നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് കയ്യിൽ കരുതിയ ചുറ്റിക ഉപയോഗിച്ച് ഷിബിലി സിദ്ദിഖിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു. ഷിബിലി വീണ്ടും സിദ്ദിഖിന്റെ തലയിലേക്ക് ചുറ്റിക ഉപയോഗിച്ച് ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. ഇതേസമയം ആഷിഖ് സിദ്ദിഖിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയായിരുന്നു. ഫർഹാനയും തന്നെ കൊണ്ടാവുന്നത്ര രീതിയിൽ സിദ്ദിഖിനെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം മൂവർ സംഘത്തിന് ഒരു കാര്യം വ്യക്തമായി. സിദ്ദിഖിന് അനക്കമൊന്നുമില്ല. അയാളുടെ മരണം ഉറപ്പായെന്ന് മനസ്സിലാക്കിയ സംഘം അടുത്ത നടപടിയിലേക്ക് കടന്നു. സിദ്ദിഖ് ജീവനോടെ പുറത്തുപോയാൽ അവരുടെ ജീവിതം ഇല്ലാതാകുമെന്ന് മൂവർ സംഘത്തിന് അറിയാമായിരുന്നു. സിദ്ദിഖിനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടുക എന്നുള്ള ലക്ഷ്യമായിരുന്നു മൂവർ സംഘത്തിനുള്ളത്. എന്നാൽ അവരുടെ പ്ലാൻ പാളിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സിദ്ദിഖിനെ കൊലപ്പെടുത്താൻ അവർ തീരുമാനിച്ചത്. സിദ്ദിഖിന്റെ ബോഡി ആരുമറിയാതെ മറവ് ചെയ്യാൻ തീരുമാനിച്ച സംഘം ഒരു സ്യൂട്ട് കേസ് വാങ്ങാൻ തീരുമാനിക്കുകയും അത് വാങ്ങാനുള്ള പണം സിദ്ദിഖിന്റെ തന്നെ ATM കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. മദ്യപിക്കുന്നതിനിടയിൽ ഇടയ്ക്കൊരു തവണ പണം പിൻവലിക്കുന്നതിനായി ഷിബിലിയെയായിരുന്നു കാർഡ് നൽകി സിദ്ദിഖ് പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ അയാളുടെ കാർഡിന്റെ പിൻ നമ്പർ ഷിബിലിക്ക് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ സിദ്ദിഖിന്റെ പേഴ്സിൽ നിന്നും ATM കാർഡ് കൈവശപ്പെടുത്തിയ ഷിബിലി പുറത്തിറങ്ങി സമീപത്തുണ്ടായിരുന്ന ATMൽ നിന്ന് പണം പിൻവലിക്കുകയും ഒരു സ്യൂട്ട് കേസ് വാങ്ങി ഹോട്ടലിലേക്ക് എത്തുകയും ചെയ്തു. ആ സമയത്തായിരുന്നു സിദ്ദിഖിന്റെ ശരീരം ആ സ്യൂട്ട് കേസിനുള്ളിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കിയ ആഷിഖ് മറ്റൊരു സ്യൂട്ട് കേസ് കൂടി വാങ്ങാൻ ആവശ്യപ്പെട്ടത്. മാനാഞ്ചിറയിലുള്ള ഒരു സ്യൂട്ട് കേസ് കടയിൽ നിന്നും 2 സ്യൂട്ട് കേസുകളാണ് അങ്ങനെ ആ സംഘം വാങ്ങിയത്. സിദ്ദിഖിനെ ഒരു സ്യൂട്ട് കേസിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സംഘം അയാളുടെ ശരീരം 2ആയി മുറിക്കാൻ തീരുമാനിച്ചു. അതിനായി മരം മുറിക്കുന്ന ഒരു കട്ടർ കൂടി ആ സംഘം വാങ്ങി. സിദ്ദിഖിന്റെ ശരീരം ബാത്റൂമിനുള്ളിലേക്ക് കൊണ്ടുപോയ ശേഷം അയാളുടെ ശരീരം 2ആയി മുറിക്കുകയും ചെയ്തു. മുറിക്കപ്പെട്ട ആ മൃതശരീരം 2 സ്യൂട്ട് കേസുകളിലാക്കി കുത്തി നിറച്ചു. സമയം ഒരുപാട് വൈകിയതിനാൽ ആഷിഖ് ഹോട്ടലിൽ നിന്നും അന്ന് തന്നെ പോയി. 2ആയി മുറിക്കപ്പെട്ട സിദ്ദിഖിന്റെ ശരീരമുള്ള സ്യൂട്ട് കേസുകൾ വെച്ച അതേ മുറിയിൽ തന്നെ ഷിബിലിയും ഫർഹാനയും അന്ന് രാത്രിയിൽ ഉറങ്ങി. ഉറങ്ങുന്നതിന് മുൻപായി ഇരുവരും ചേർന്ന് സിദ്ദിഖിന്റെ രക്തം വീണ ആ ബാത്റൂമിനകമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ആഷിഖ് തിരികെ ഹോട്ടലിലേക്ക് എത്തി. ഈ സമയം ഫർഹാനയും ഷിബിലിയും ചേർന്ന് ഹോട്ടലിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ 2 സ്യൂട്ട് കേസുകളും ഹോട്ടലിന് പുറത്തേക്ക് കൊണ്ടുവരികയും സിദ്ദിഖിന്റെ വാഹനത്തിന്റെ ഡിക്കിക്കുള്ളിലേക്ക് കയറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സിദ്ദിഖിന്റെ ശരീരം 2ആയി മുറിക്കുന്നതിനായി ഉപയോഗിച്ച മരം മുറിക്കുന്ന കട്ടറും സിദ്ദിഖുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള സാധനങ്ങളെല്ലാം മറ്റൊരു കവറിലേക്ക് മാറ്റുകയും ചെയ്തു. സിദ്ദിഖിന്റെ കൊലപാതകം നടന്ന ഹോട്ടൽ മുറിയും ബാത്റൂമും ഒക്കെ വൃത്തിയാക്കിയ ശേഷം മൂവർ സംഘം ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി കാറിൽ കയറി രക്ഷപ്പെട്ടു. മുറിയെടുത്തിരിക്കുന്നത് സിദ്ദിഖ് ആയതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ കാണാനെത്തിയ ആളുകൾ പുറത്തേക്ക് പോയതും വന്നതുമൊന്നും ഹോട്ടൽ ജീവനക്കാർ അത്ര കാര്യമാക്കിയതുമില്ല.
ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ട സംഘം നേരെ പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തേക്കും പോവുകയും അവിടെ നിന്നൊക്കെയുള്ള ATMകളിൽ നിന്ന് പണം എടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് മണ്ണാർക്കാട് വഴി അട്ടപ്പാടിയിലേക്ക് പോയ സംഘം അവിടെയുള്ള ഹെയർപിൻ വളവുകളിലെ കൊക്കയിലേക്കാണ് ആ സ്യൂട്ട് കേസുകൾ വലിച്ചെറിയാൻ തീരുമാനിച്ചത്. ശരീരം മുറിക്കാൻ ഉപയോഗിച്ച കട്ടറുകളും മറ്റ് സാധനങ്ങളും ചിരട്ടമലയിലായിരുന്നു ആ സംഘം ഉപേക്ഷിച്ചത്. പല സാധനങ്ങളും പല സ്ഥലത്ത് ഉപേക്ഷിക്കണമെന്നുള്ളത് ഫർഹാനയുടെ ബുദ്ധിയായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും പല സ്ഥലങ്ങളിലായി ഉപേക്ഷിച്ച ശേഷം ആ സംഘം സിദ്ദിഖിന്റെ കാറ് ചെറുതുരുത്തിയിലെത്തി അവിടെ ഒരു ഭാഗത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ശേഷം മൂവർ സംഘം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. പോലീസ് അന്വേഷണം ഊർജിതമാകുന്നതിന് മുൻപ് തന്നെ നാടുവിടാനായിരുന്നു മൂവർ സംഘത്തിന്റെ തീരുമാനം. ഫർഹാനയും ഷിബിലിയും ചെന്നൈയിലേക്ക് നാടുവിട്ട സമയത്ത് ആഷിഖിന് പാലക്കാട് വരെ എത്താനേ സാധിച്ചിരുന്നുള്ളൂ. അപ്പോഴേക്കും അയാൾ പോലീസ് പിടിയിലാവുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത് ആഷിഖും ഷിബിലിയും ചേർന്നായിരുന്നു. എന്നാൽ ഫർഹാന തനിക്കിതിലൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ കഥകളൊക്കെ പൂർണ്ണമായും പോലീസിന് മുൻപാകെ തള്ളിപ്പറഞ്ഞു. ഫർഹാന ചെയ്ത ഒരേ ഒരു തെറ്റ് ഷിബിലി പറഞ്ഞതനുസരിച്ച് അയാൾക്ക് സിദ്ദിഖിന്റെ ഹോട്ടലിൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തത് മാത്രമാണെന്നായിരുന്നു പോലീസിന് മുൻപാകെ അവൾ മൊഴി നൽകിയത്. ബാക്കി പ്ലാനുകളൊക്കെ ഷിബിലിയുടേതായിരുന്നു എന്നും ഷിബിലി പറഞ്ഞതനുസരിച്ചാണ് താൻ തേഞ്ഞിപ്പാലത്തെ ഹോട്ടലിലെത്തിയതെന്നും അവിടെ എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി സിദ്ദിഖിനെ കണ്ട അവൾ ഞെട്ടിപ്പോയെന്നുമൊക്കെ അവൾ പോലീസിന് മുൻപാകെ മൊഴി നൽകി. അവിടെ വെച്ച് സംസാരം വഷളായ സമയത്ത് ഷിബിലി ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു ഫർഹാൻ സുഹൃത്തായ ആഷിഖിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും ആഷിഖും ഷിബിലിയും ചേർന്നാണ് സിദ്ദിഖിനെ ഉപദ്രവിച്ചതെന്നും സിദ്ദിഖിനെ ചുറ്റിക ഉപയോഗിച്ച് ഷിബിലി അടിച്ചു വീഴ്ത്തുന്ന സമയത്ത് തന്നെ ഭയന്നു പോയ താൻ അവിടെ നിന്നും ഇറങ്ങി ഓടിയെന്നുമൊക്കെ ഫർഹാന പോലീസിന് മൊഴി നൽകി. പിന്നീട് ഹോട്ടലിൽ നടന്ന കാര്യങ്ങളൊന്നും തനിക്കറിവില്ല എന്നായിരുന്നു ഫർഹാന പോലീസിന് മുൻപാകെ പറഞ്ഞത്. എന്നാൽ ഫർഹാനയുടെ മൊഴികളെയൊക്കെ തീർത്തും തള്ളിക്കളയുന്ന രീതിയിലുള്ള CCTV ഫൂട്ടേജുകളായിരുന്നു ഹോട്ടലിൽ നിന്നും പോലീസിന് ലഭിച്ചത്. സിദ്ദിഖിന്റെ കൊലപാതകം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ സിദ്ദിഖിന്റെ കാറിലേക്ക് മൃതദേഹം അടങ്ങിയ സ്യൂട്ട് കേസുകൾ എടുത്തു വെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി ഫർഹാന തന്നെയായിരുന്നു. ഫർഹാന സ്യൂട്ട് കേസുകൾ കാറിനുള്ളിലേക്ക് എടുത്തു വെക്കുന്നത് വ്യക്തമായി തന്നെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുമുണ്ട്. പോലീസുകാർ മൂവർ സംഘവുമായി ചിരട്ടമലയിലും അട്ടപ്പാടിയിലെ സ്യൂട്ട് കേസുകൾ വലിച്ചെറിഞ്ഞ ഹെയർപിൻ വളവുകളിലും എത്തി തെളിവെടുപ്പ് നടത്തി. പ്രതികളുടെ സാന്നിധ്യത്തിൽ തന്നെ സ്യൂട്ട് കേസുകളും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങളുമൊക്കെ പോലീസ് അവിടെ നിന്നൊക്കെ കണ്ടെത്തി. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അതിവേഗം തന്നെ അന്വേഷണം പൂർത്തിയാക്കി 84 ദിവസത്തിനകം തന്നെ 3000 പേജുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. അതിവേഗം പ്രതികളെ പിടികൂടുകയും 90 ദിവസത്തിന് മുൻപാകെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്ത മലപ്പുറം പോലീസ് കോടതിയുടെ പ്രത്യേക പ്രശംസ നേടി.